ഇനി ടോപ്പ് ഹെഡ്ലൈൻസിലേക്ക്. MA ബേബി CPIM ജനറൽ സെക്രട്ടറി. പുതിയ കാലഘട്ടത്തിൽ തൊഴിലാളി വർഗത്തിന്റെ പോരാട്ട സമരങ്ങൾക്കൊപ്പം മുന്നിട്ട് നിന്ന് നയിക്കുമെന്ന് MA ബേബി. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും ഭരിക്കുമെന്നും MA ബേബി. BJPക്കെതിരെ ഐക്യനിര ശക്തിപ്പെടുത്തുമെന്നും ബേബി. ബിജു കൃഷ്ണനും അരുൺകുമാറും അടക്കം PBയിൽ 8 പുതുമുഖങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയന് PBയിൽ ഇളവ്. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് തുടങ്ങിയവർ പ്രത്യേക ക്ഷണിതാക്കളായി തുടരും. EP രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, KS അലീഖ എന്നിവർ CPM കേന്ദ്ര കമ്മിറ്റിയിൽ. ജോൺ ബ്രിട്ടാസ് സ്ഥിരം ക്ഷണിതാവ്. 84 അംഗ കമ്മിറ്റിയിൽ 30 പുതുമുഖങ്ങൾ. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരിച്ച മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രതിനിധി DL കാരട്ട് 31 വോട്ടിന് തോറ്റു. DC-യിലേക്ക് വോട്ടെടുപ്പ് അസാധാരണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുമായി നാളെ വീണ്ടും ചർച്ച. തൊഴിൽ മന്ത്രി V ശിവൻകുട്ടി സമരക്കാരുമായി ചർച്ച നടത്തും. ചർച്ച വൈകിട്ട് 3-ന് മന്ത്രിയുടെ വസതിയിൽ. ക്രൈസ്തവ സഭ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പിനെ തള്ളി പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് സ്വർഗത്തിലെത്താമെന്ന് കരുതുന്നില്ല. സഭ ഒന്നിച്ചു നിന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ പുറകെ വരുമെന്നും മാർ കല്ലറങ്ങാട്ട്. മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള വർഗീയ ചുവയുള്ള പരാമർശത്തിൽ വിശദീകരണവുമായി വെള്ളാപ്പള്ളി നടേശൻ. പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നു. താൻ മുസ്ലിം വിരോധിയല്ല. പറഞ്ഞത് മലപ്പുറത്തെ ഇതര സമുദായങ്ങളുടെ പിന്നാക്കാവസ്ഥ. മുസ്ലിം ലീഗ് തന്നെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും വെള്ളാപ്പള്ളിയുടേത് വൃത്തികെട്ട നിലവാരം കുറഞ്ഞ പ്രസ്താവനയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പ്രസ്താവന ഏത് സാഹചര്യത്തിലെന്ന് അറിയില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. വെള്ളാപ്പള്ളി പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് K സുരേന്ദ്രൻ. മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ചത് പെരുമ്പാവൂർ സ്വദേശി അസ്മ. ഭർത്താവ് സിറാജുദ്ദീനെതിരെ കേസെടുത്ത പോലീസ്. സിറാജുദ്ദീനെതിരെ ആരോപണവുമായി അസ്മയുടെ കുടുംബം. അമിത രക്തസ്രാവം ഉണ്ടായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എന്ന് ആരോപണം. പൃഥ്വിരാജിന് പിന്നാലെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി വകുപ്പ് നോട്ടീസ്. ലൂസിഫർ, മരക്കാർ സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത തേടി. എമ്പുരാൻ വിവാദവുമായി ബന്ധമില്ല എന്ന് ആദായ നികുതി വകുപ്പ്. മുൻപ് നടന്ന റെയ്ഡിന്റെ തുടർ നടപടിയെന്നും വിശദീകരണം. കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നടപടിയുമായി വനം വകുപ്പ്. പ്രസിഡന്റിന്റെ വൈൽഡ് ലൈഫ് വാർഡൻ ഓണററി പദവി എടുത്തുമാറ്റി. നടപടി നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലുമെന്ന പഞ്ചായത്തിന്റെ നിലപാടിൽ. ചക്കിട്ടപ്പാറ പഞ്ചായത്ത് നിയമത്തെ വെല്ലുവിളിക്കുകയാണെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ.